ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ 7:35 ട്രെയിൻ കണക്കാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഫാമിലിയിൽ ഉണ്ടായിരുന്ന 2 ആളുകൾ കുറച്ച് 2 മിനിറ്റ് വൈകിയിരുന്നു. അപ്പോൾ ആ ട്രെയിന് പോയിരുന്നു. ആ ട്രെയിനാണെങ്കിൽ ചാലക്കുടി സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലാണെങ്കിൽ 8:50 ട്രെയിനായിരുന്നു ഉണ്ടായത്. പക്ഷേ ആ ട്രെയിനാണെങ്കിൽ ഭയങ്കര ലേറ്റായിരുന്നു കേട്ടോ. അതായത് 12 മണി കഴിഞ്ഞിട്ടായിരുന്നു അവിടെ എത്തിയത് തന്നെ. 8:50 വന്ന ട്രെയിനാണെങ്കിലോ നല്ല ലേറ്റായിട്ടായിരുന്നു വന്നതും. പിന്നെ ഈ ട്രെയിനിലാണെങ്കിലോ ചാലക്കുടിയിൽ സ്റ്റോപ്പില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ആലുവയിൽ ചെന്നിറങ്ങി. സാധാരണ നമുക്ക് തൃശ്ശൂരാണ് കേട്ടോ ലാഭം വരുന്നത്. തൃശ്ശൂർ ഇറങ്ങിയാൽ തന്നെ അതിരപ്പള്ളിക്ക് നേരിട്ട് ബസ്സുണ്ട്. ഇത് ആലുവയിൽ ഇറങ്ങിയപ്പോൾ ഒന്നും പറ്റാതെ കട്ടായിപ്പോയി. അപ്പോൾ ഭയങ്കര ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രെയിൻ മിസ് ആയാൽ തന്നെ നമുക്ക് പിന്നെ എവിടേക്ക് പോകുമ്പോഴാണെങ്കിൽ നല്ല റിസ്ക്കാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഒരു ടൂറാണെങ്കിലും എന്താണെങ്കിലും നല്ല റിസ്ക്കാണ് അങ്ങനെ പോകുമ്പോൾ. നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണിത്. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ കണ്ടിരുന്നു കേട്ടോ. സത്യത്തിൽ റെയിലും നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ അടുത്താണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് ഞാനൊന്ന് നോക്കിയപ്പോഴാണ് തൊട്ട ഫ്രണ്ടിൽ തന്നെ എയർപോർട്ട് ഉണ്ടായിരുന്നത്. കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്, കുറേ ഇങ്ങനെ കണ്ടിട്ടും. അങ്ങനെ പിന്നെ ആലുവയിൽ എത്തി. നമ്മൾ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ മേൽപ്പാലം കയറിയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് മറ്റേ റോഡ് വരുന്നത്. ഇത് നമ്മൾ ഈ പൊളിയിൽ എന്തിനോ ഇറങ്ങിയതാണ്. അങ്ങനെ മേൽപ്പാലം കയറിയിട്ട് നമ്മൾ ഇറങ്ങിയ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പിന്നെ നന്നായിട്ട് വിശന്നിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നടന്നില്ല. അങ്ങനെ പിന്നെ ചാലക്കുടിക്ക് KSRTC കയറിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ മാത്രമല്ല ഭയങ്കര ട്രാഫിക്കായിരുന്നു ബസ്സിലും. എന്താ വെച്ചാൽ അവിടെ റോഡ് പണി നടക്കുമായിരുന്നു. അപ്പോൾ നെടുമ്പാശ്ശേരി ആ ഭാഗത്ത് ഇവിടെ ഭയങ്കര റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ലേറ്റായി. അങ്ങനെ പിന്നെ ചാലക്കുടി എത്താനൊക്കെ ഭയങ്കര ലേറ്റായിരുന്നു. ചാലക്കുടി ഒരു 3:30 കഴിഞ്ഞിട്ടാണ്, 3:45 അങ്ങനെ എന്തോ ആയിട്ടാണ് നമ്മൾ ചാലക്കുടി എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതിരപ്പള്ളിക്ക് നേരിട്ട് അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിരപ്പള്ളി എത്തിയപ്പോൾ തന്നെ 4:55 ആയിരുന്നു. അവർ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യാൻ പോയിരുന്നു. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഓടി എങ്ങനെയൊക്കെയോ ചെന്ന് നമുക്ക് തന്നു. പക്ഷേ എനിക്കും ഉമ്മാക്കും ടിക്കറ്റ് വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ കൂടെ വന്ന 2 ഫാമിലിക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. അവരെന്നെ കണ്ടേക്ക് തന്നെ ആൾക്ക് ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോകണ വഴിക്കുന്ന് എല്ലാവരും കണ്ട് അങ്ങോട്ട് തിരിച്ചു വരായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്കായിരുന്നു ടൈം. കാരണം ആ ടൈമിൽ ആരും പോവില്ല. സാധാരണ ആരുടെയും കൂടിയും ജെൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ജെൻസ് ഒന്നും ചെയ്യാതെ വന്നത്. അതും ട്രെയിന് കയറി ബസ് കയറിയിട്ടൊക്കെ എല്ലാവരും സാധാരണ കാറ് പിടിച്ചിട്ടും വലിയ ബസ് പിടിച്ചിട്ടൊക്കെയാണല്ലോ ട്രിപ്പ് പോവാറ്. പക്ഷേ ഇത് നമ്മളിങ്ങനെ വരാമെന്ന് പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണല്ലോ. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ ചേച്ചിമാരും കുറേ പല നാട്ടുകാരൊക്കെ അങ്ങോട്ട് റിട്ടേൺ തിരിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. ഒരുപാട് തമിഴ് സിനിമകളും മലയാളം സിനിമകളും ഹിന്ദി സിനിമകളൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നൊരു പ്ലേസാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര രസമായിരുന്നു. പിന്നെ വേനൽക്കാലമായതിൻ്റെ പേരിൽ ആരും വെള്ളത്തിലൊന്നും ഇറക്കണില്ല. പിന്നെ ചില 1-2 ആളുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കാലിട്ടടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഒന്നും
ഒന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒന്നിനും ഇല്ല. പിന്നെ നമ്മൾ ഒരു 40 കിലോമീറ്ററാണോ ഇനി മീറ്ററാണോ അങ്ങനെ എന്തോ ഒരു ചുരം ഇറങ്ങണ പോലെ അങ്ങനെ ഇറങ്ങാണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു കരിങ്കല്ല് പെടുത്തതാണിത്. അപ്പോൾ ഭയങ്കര ചെരുപ്പൊക്കെ നല്ല വീക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാത്രമല്ല നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞാൻ ഒരുപാട് പിടിച്ചൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര പേടി. പിന്നെ മാത്രമല്ല നല്ല പ്രായമുള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല ഇതാണ്. പിന്നെ എൻ്റെ മൂത്തമ്മൊക്കെ അങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഇറങ്ങി. നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ ഇറങ്ങി. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. അവിടെ വേണമെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. പിന്നെ ഒരു 6 മണിയൊക്കെ 8 മണി മുതൽ 6 മണി വരെയാണ് ഇപ്പോഴത്തെ എൻട്രിങ് ടൈം വരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു 6 മണിയൊക്കെ ആവാൻ നേരത്ത് 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരെയും സെക്യൂരിറ്റിമാരെല്ലാവരെയും അവിടെ നിന്ന് ആട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ മാത്രം ലാസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ അവരായിട്ട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഒരുപാട് ഷൂട്ടും ചെയ്ത് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ കരിങ്കല്ലിൻ്റെ പാറകളുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് 3 കയറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരുപാട് പല പല വെള്ളച്ചാട്ടങ്ങളിൽ പോയാലൊക്കെ കുളിക്കാനും ഒരുപാട് ആളുകൾ കുളിക്കാനൊക്കെ നിൽക്കുമല്ലോ. പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല ഇവിടെ. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് KSRTC അവിടെ ബൈക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് പോകുന്നതിൻ്റെ പേരിൽ വണ്ടിയൊന്നും കിട്ടൂല എന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടി. പിന്നെ ആണെങ്കിൽ കിട്ടിയതും പോരായിരുന്നു. കാരണം ട്രെയിനെല്ലാം പോയി. ട്രെയിനാണെങ്കിൽ ചാലക്കുടിയിൽ ഒന്ന് മാത്രം സ്റ്റോപ്പ് ഉണ്ടായി. പക്ഷെ അത് നമ്മൾ പോകാൻ വേണ്ടി റിട്ടേൺ കണക്കാക്കുകയും ചെയ്ത്. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ചാലക്കുടി എത്തിയിട്ട് ചെറിയൊരു പെട്ടിക്കട പോലത്തെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ലൈറ്റ് കളർ ചായ കുടിച്ച്. പിന്നെ എനിക്കാണെങ്കിൽ എവിടെ പോയാലും ഉഴുന്നുവട സ്ട്രോബെറി ജ്യൂസൊക്കെ കിട്ടാൻ കേട്ടോ. പക്ഷെ ഞാൻ ഇവിടുന്ന് ഉഴുന്നുവടയായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ ഉമ്മയും മൂത്തമ്മയും അവരൊക്കെ വെളിച്ചെണ്ണ പത്തിരിയും കഴിച്ച്. പിന്നെ ഈ പൂള പൊരിച്ചത് അങ്ങനെ എന്തോ വാങ്ങുകയും ചെയ്തിരുന്നു. അത് അങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ കഴിക്കണ്ടേ. അങ്ങനെ പിന്നെ ചാലക്കുടിയിൽ നിന്ന് ബസ് കയറിയിട്ട് തൃശ്ശൂരും കഴിഞ്ഞ് ഫുൾ ബസ്സിലായി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം കണ്ണൂർ ബസ്സായിരുന്നു. അപ്പോൾ നല്ല സ്പീഡും ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അവർ വൈക്കൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങുന്നു കേട്ടോ. നല്ല ദൂരെ പോണതിൻ്റെ പേരിൽ പമ്പിലവിടെ ഇറങ്ങി നല്ല ഫുഡൊക്കെ കഴിച്ചാണ്. പിന്നെ നമ്മൾ ബസ്സിൽ അവിടെ നിന്ന് കുറച്ച് ടൈം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത്. പിന്നെ ഉപ്പിപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊക്കെ ഞങ്ങളെ വിളിക്കാൻ വന്നിരുന്നു. അവർ ബൈക്കായിട്ട് വിളിക്കാനായിരുന്നു വരാൻ നിന്നത്. അപ്പോൾ ഭയങ്കര മഴയായ കാരണം കാറിട്ട് തന്നെ വന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ളൊരു ഏർപ്പാടിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.